നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. കുവൈറ്റിൽ തിരിച്ചടിച്ച് ഇറാൻ. ചൈനീസ് കമ്പനിയുടെ കെട്ടിടത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു തൊഴിലാളി കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ കെട്ടിടത്തിന് വൻതോതിൽ നാശനഷ്ടം. ഹോർമുസ് അടഞ്ഞു തന്നെ കിടക്കുമെന്ന് ഇറാൻ. അമേരിക്ക ഇറാനിൽ നടത്തിയ പുതിയ ആക്രമണങ്ങളിൽ 2 വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. PM ശ്രീയുമായി സർക്കാർ മുന്നോട്ട്. UDF-ൽ ധാരണയായെന്ന് UDF കൺവീനർ. ഏതൊക്കെ സ്കൂളുകളിൽ നടപ്പാക്കുമെന്ന് UDF തീരുമാനിക്കും. നയത്തിൽ UDF ഉപസമിതി. LDF ഭരിക്കുന്ന ബോർഡ് കോർപ്പറേഷൻ അംഗങ്ങൾ മാന്യമായി ണമെന്നും അടൂർ പ്രകാശ്. വന്ദേമാതരത്തെ അപമാനിക്കുന്നത് തടയാനുള്ള ബില്ല് പാസാക്കി ലോക്സഭ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ചർച്ച ചെയ്ത് രാജ്യസഭ. യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കില്ലെന്ന് മല്ലികാർജുൻ ഖാർഗെ. ആധികാരികത ഉറപ്പാക്കാത്ത കാര്യങ്ങളാണ് ഉദ്ധരിക്കുന്നതെന്ന് JP നദ്ദ. ഇരുസഭകളിൽ ഇന്ന് പ്രതിപക്ഷ ബഹളം. കഞ്ചാവടക്കം പൊതിഞ്ഞു വലിക്കാനുള്ള പേപ്പർ ഇൻസ്റ്റാമാർട്ടിൽ സുലഭം. ഓർഡർ ചെയ്താൽ വീട്ടിലെത്തും. ഓപ്പറേഷൻ തൂഫാനിടയിലും അധികാരികൾ കാണാതെ ഇൻസ്റ്റാമാർട്ടിൽ നമ്മൾ ഓർഡർ ചെയ്ത പ്രീ റോൾഡ് കോണാണിത്. അത് ഏതാണ്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഇങ്ങനെ തുറക്കുമ്പോൾ പല രൂപത്തിലുള്ള കോണുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അതായത് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും എന്താണ് കൃത്യമായി ഇതിൻ്റെ ഉദ്ദേശമെന്ന്. അങ്ങനെ ഉപയോഗിക്കുന്ന ലഹരി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള കോണുകളാണ്. പ്രീ റോൾ കോൺ വാങ്ങുന്നതേറെയും സ്കൂൾ കുട്ടികൾ. ന്യൂസ് 18 അന്വേഷണം. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് 2 ആണ്ട്. മരിച്ച ഉറ്റവരെ ഓർത്തു വിതുമ്പി ബന്ധുക്കൾ. വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്ക് ബെയിലി പാലത്തിന് സമീപം പുഷ്പാർച്ചന നടത്തിയ അധ്യാപകർ. ചാലിയാറിലൂടെ ഒഴുകി വന്ന മൃതദേഹങ്ങൾ കരയ്ക്കെടുത്ത് നടുക്കം മാറാതെ നിലമ്പൂരുകാർ. പുനർജനി പദ്ധതിയിൽ മുഖ്യമന്ത്രി VD സതീശന് ക്ലീൻ ചിറ്റ്. വിദേശ ഫണ്ട് സമാഹരണത്തിന് തെളിവില്ല. റിപ്പോർട്ട് നൽകി വിജിലൻസ്. നടപടികൾ അവസാനിപ്പിച്ചെന്ന് ആഭ്യന്തരമന്ത്രി. വിവാദമായത് 2018 മഹാപ്രളയാനന്തരം പറവൂരിൽ പുനരധിവാസ വീടുകൾ നിർമ്മിച്ച പദ്ധതി. ക്രമക്കേടിന് തെളിവുണ്ടെന്ന് CPM. വീഡിയോ പുറത്തുവിട്ട് MV ഗോവിന്ദൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതെങ്ങനെയെന്ന് എണ്ണി പറഞ്ഞ AN ഷംസീർ. പയ്യന്നൂരിലും തളിപ്പറമ്പിലും പാളി. അയ്യപ്പ സംഗമം തിരിച്ചടിച്ചു. വെള്ളാപ്പള്ളി സംസർഗം ദോഷം ചെയ്തു. സർവത്ര തിരുത്തണം. മുൻ സ്പീക്കറുടെ സ്വയം വിമർശനം. കുഞ്ഞാലി രക്തസാക്ഷി ദിനാചരണത്തിൽ. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ കുറ്റപത്രമായി 1-ാം പ്രതി സന്തോഷ് ഈപ്പൻ, സ്വപ്ന സുരേഷും സരിത്തുമടക്കം ആകെ 6 പ്രതികൾ. FCRA ലംഘനം ചൂണ്ടിക്കാട്ടി കുറ്റപത്രം സമർപ്പിച്ചത് എറണാകുളം കോടതിയിൽ. പോലീസ് സംഘടനാ പുനഃക്രമീകരണത്തിൽ സർക്കാരിന് ഹൈക്കോടതിയിൽ താൽക്കാലിക തിരിച്ചടി. ആഭ്യന്തര വകുപ്പ് ഉത്തരവിന് സ്റ്റേ. അഡ്ഹോക് കമ്മിറ്റി പ്രവർത്തനവും വിലക്കി. ആസ്തി വിഭജനം DGPയുടെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി മാത്രമാണോ എന്നും ചോദ്യം. കോടതി ഇടപെടൽ. 3 സംഘടനകൾ ഉണ്ടാക്കിയ നടപടി. Today, I feel the timing is right for me to move on and announce my retirement from international cricket and all formats. Thank you for your love, your faith and your support. Cap number 278 signing off. പിച്ചിനോട് വിട പറഞ്ഞ് അജിങ്ക്യ രഹാനെ. ക്രിക്കറ്റിൽ നിന്ന് സമ്പൂർണ്ണ വിരമിക്കൽ പ്രഖ്യാപിച്ചു. ക്യാപ് 278 സൈനിങ് ഓഫ് എന്ന് വൈകാരിക അടിക്കുറിപ്പോടെ വിരമിക്കൽ വീഡിയോ പുറത്തുവിട്ടു. വിരാമമാകുന്നത് 17 വർഷത്തെ ക്രിക്കറ്റ് ജീവിതത്തിന്. വന്ദേമാതരത്തെ അപമാനിക്കുന്നത് തടയാനുള്ള ബില്ല് ലോക്സഭ പാസാക്കി. ദേശീയ ബഹുമതിയെ അപമാനിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 കഴിഞ്ഞ വർഷം രാജ്യസഭ പാസാക്കിയിരുന്നു. അതേസമയം പൊതുപരീക്ഷാ ഭേദഗതി ബില്ല് രാജ്യസഭ ഇന്ന് ചർച്ച ചെയ്തു. പേപ്പർ ചോർച്ച തടയുന്നതിനുള്ള ബില്ല് യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കില്ലെന്ന് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ ആരോപിച്ചു. മല്ലികാർജുൻ ഖാർഗെ ചില പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങൾ
ചർച്ചയ്ക്കിടെ പരാമർശിച്ചത് ബഹളത്തിനിടയാക്കി. ആധികാരികത ഉറപ്പാക്കാത്ത കാര്യങ്ങളാണ് ഉദ്ധരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ ആരോപിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇന്നും ഇരു സഭകളും തടസ്സപ്പെട്ടു. മനു ഭരത് വിവരങ്ങളുമായി ചേരും. മനു, ഇന്ന് സഭകളിൽ എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, ഏറ്റവും സുപ്രധാനമായ കാര്യം വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ഇനി ശിക്ഷാർഹമാകും. ഇത് സംബന്ധിച്ച ബില്ലാണ് ഇന്ന് പാസ്സായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത് രാജ്യസഭ പാസ്സാക്കിയിരുന്നു. ഇന്ന് ലോക്സഭ കൂടി ഈ ബില്ല് പാസ്സാകുന്നതോടുകൂടി അത് ഒരു നിയമമായി മാറുകയാണ്. 1971 നാഷണൽ ഓണർ ആക്റ്റാണ് ഇതോടുകൂടി ഭേദഗതി ചെയ്യപ്പെടുന്നത്. അപ്പോൾ വന്ദേ മാതരത്തിന് ഇനി ദേശീയ ഗാനമെന്ന നിലയിൽ വലിയ പരിഗണന ലഭിക്കും. ഏതെങ്കിലും തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്നത് ശിക്ഷാർഹമായ നടപടിയായി മാറുകയും ചെയ്യും. അതേസമയം രഞ്ജിത്ത് ചോദിച്ചതുപോലെ ഇന്നും പാർലമെൻറ്റിൽ പ്രതിപക്ഷ ബഹളം എല്ലാ ഘട്ടത്തിലും ദൃശ്യമായിരുന്നു. തുടക്കത്തിൽ തന്നെ ഈ അയോധ്യ സംഭാവന തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയം പാർലമെൻറ്റ് കെട്ടിടത്തിന് പുറത്ത് മകരദ്വാറിൽ അതൊരു പ്രതിഷേധമായി പ്രതിപക്ഷം അവിടെ ആരംഭിച്ചു. പിന്നീട് പാർലമെൻറ്റിന് അകത്ത് ഇരു സഭകളിലും പ്രതിപക്ഷം ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന ആക്രമണത്തെ, പോലീസ് അതിക്രമത്തെ ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്നു. പ്രത്യേകിച്ച് രാജ്യസഭയിൽ ഇത് സംബന്ധിച്ച് അമിത്ഷാ മറുപടി പറയാത്തത് പ്രതിപക്ഷം വലിയ തോതിൽ ചോദ്യമായി ഉയർത്തി. പിന്നീട് വാക്കൗട്ട് നടത്തുന്ന സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും കഴിഞ്ഞ ദിവസം ലോക്സഭ പാസാക്കിയ ഈ പുതിയ പൊതുപരീക്ഷാ ഭേദഗതി ബില്ല് ഇന്ന് രാജ്യസഭ ചർച്ചയ്ക്കെടുത്തു. മല്ലികാർജുൻ ഖാർഗെ ഈ വിഷയത്തിൽ സംസാരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ നേതാവ് എന്ന നിലയിൽ രൂക്ഷമായ ഭാഷയിലാണ് സർക്കാരിനെ വിമർശിച്ചത്. ഇത്തരമൊരു ബില്ല് അതിലെ അക്കങ്ങളിൽ ചില മാറ്റങ്ങൾ, അതായത് തടവ് ശിക്ഷയുടെ കാലാവധി, അതുപോലെ പിഴത്തുക, ഇങ്ങനെ ഇതിലുള്ള അക്കങ്ങളിലുള്ള ചില മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് തടയാനുള്ള യാതൊരു നടപടിയും ഇതിലില്ല. അതുപോലെ തന്നെ ദേശീയ ഏജൻസി, പരീക്ഷ നടത്തുന്ന ദേശീയ ഏജൻസിയിൽ കാര്യമായ മാറ്റമില്ല. വീണ്ടും നമുക്കിത് ചർച്ച ചെയ്യേണ്ട സാഹചര്യമുണ്ടാകും. അങ്ങനെ പാഠ്യക്രമങ്ങളിലേക്ക് ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, പാഠ്യക്രമങ്ങളിലെ പോരായ്മകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഖർഗെയുടെ പ്രസംഗമുണ്ടായത്. ഏതായാലും പാഠപുസ്തകങ്ങളിലെ ഭാഗങ്ങൾ ഉദ്ധരിച്ചത് പ്രതിപക്ഷത്തിൻ്റെ നിലപാടിനെ ഇന്ന് ചോദ്യം ചെയ്തുകൊണ്ട് ഭരണപക്ഷം അത് പ്രതിഷേധമുയർത്തിയതും സഭ സ്തംഭനത്തിന് ഇടയാക്കി. ശരി, മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. PM ശ്രീയുമായി സർക്കാർ മുന്നോട്ട് പോകും. വിഷയം UDF-ൽ ധാരണയായെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് വ്യക്തമാക്കി. ഏതൊക്കെ സ്കൂളിൽ നടപ്പാക്കുമെന്ന് UDF തീരുമാനിക്കും. കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ലഭ്യമാകേണ്ട അർഹതപ്പെട്ട ഫണ്ട് നേടിയെടുക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രത്തിൽ ഒപ്പിടുകയും ചെയ്തത് LDF ഗവൺമെൻറ് കാലഘട്ടത്തിലാണ്. LDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ അത് ചെയ്തപ്പോഴും അതിനുശേഷം വന്ന ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധന നടത്തിക്കൊണ്ട് അത് എവിടെയൊക്കെയാണ് നടപ്പാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ അതൊരു തുടർച്ച എന്നുള്ള നിലയിൽ അത് മുമ്പോട്ട് പോകും. അത് പിന്മാറാൻ പറ്റില്ലല്ലോ. അതെ, കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു MOU സൈൻ ചെയ്തതിന് ശേഷം, അതല്ലെങ്കിൽ അന്ന് സൈൻ ചെയ്യാൻ പോകരുത്. അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലും അന്നത്തെ ഗവൺമെൻറ് എന്നുള്ള നിലയിലും LDF ഗവൺമെൻറ് കൊടുത്ത നിർദ്ദേശം അനുസരിച്ചാണ് അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി ഈ MOU ഒപ്പിട്ടത്. മതനയത്തിൽ UDF ഉപസമിതിയെ പ്രഖ്യാപിച്ച കാര്യങ്ങൾ പഠിക്കും. LDF ഭരിക്കുന്ന ബോർഡ് കോർപ്പറേഷൻ മാന്യമായി പിരിഞ്ഞു പോകുന്നതാണ് നല്ലത് എന്നും UDF കൺവീനർ വ്യക്തമാക്കി. മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF ഒരു ഉപസമിതിയെ പ്രഖ്യാപിക്കുന്നതാണ്. ആ ഉപസമിതിയെ പ്രഖ്യാപിച്ചുകൊണ്ട് കാര്യങ്ങൾ പഠനം നടത്തുകയും ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ ഗവൺമെൻറ്റിനെ അറിയിച്ച് അത് നടപ്പാക്കുവാൻ വേണ്ട നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നതാണ്. കുവൈറ്റിൽ തിരിച്ചടിച്ച് ഇറാൻ. കുവൈറ്റിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് കമ്പനിയുടെ കെട്ടിടത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു തൊഴിലാളി കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ കെട്ടിടത്തിന് വൻതോതിൽ നാശനഷ്ടം ഉണ്ടായി. കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം ഇത് സ്ഥിരീകരിച്ചു. അമേരിക്കയെ സഹായിക്കുന്ന രാജ്യങ്ങൾക്ക് കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇറാൻ സൈന്യം അറിയിച്ചു. അമേരിക്കയുടെ ഭീഷണിയും സമുദ്രപാതകളിലെ ഇടപെടലുകൾ തുടരുന്നിടത്തോളം കാലം
ഹോർമുസ് അടഞ്ഞു തന്നെ കിടക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. അതേസമയം രാവിലെ അമേരിക്ക ഇറാനിൽ നടത്തിയ പുതിയ ആക്രമണങ്ങളിൽ ഖേഷം ദ്വീപിൽ 2 വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടതായി വിവരങ്ങൾ പുറത്തുവന്നു. വി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഇതിപ്പോ ഇറാൻ കാര്യമായി തന്നെയാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. വലിയ തിരിച്ചടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജോർദാനിൽ ആക്രമണമുണ്ടായി, സൗദിയിൽ ആക്രമണമുണ്ടായി, ഇപ്പോൾ കുവൈറ്റിലും ആക്രമണങ്ങൾ സംഭവിക്കുകയാണ്. ഒരു തരത്തിലും ഒരു വിരാമമില്ലാതെ യുദ്ധവും അസമാധാനവും തുടരുകയാണോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. കാരണം ഇറാനെ തീർക്കുമെന്ന് ട്രംപിൻ്റെ വെല്ലുവിളി വരുന്നു. എന്നാൽ ഇറാനാകട്ടെ ഒരിഞ്ച് പോലും പിന്നോട്ട് പോകുന്നില്ല. കുവൈറ്റിലേക്ക് നടത്തിയ ആക്രമണം, പ്രത്യേകിച്ച് ഈ വ്യാവസായിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിലേക്ക് ഈ യുദ്ധം മാറുകയാണ്. നേരത്തെ അമേരിക്കയ്ക്ക് ഈ സൈനിക താവളങ്ങൾ നൽകിയ കേന്ദ്രങ്ങളുണ്ട്. അത് കുവൈറ്റ് ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങൾ നൽകിയിരുന്നു. ആ പ്രദേശങ്ങളിലേക്കാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ആക്രമണം. പലപ്പോഴും ഈ വ്യാവസായിക കേന്ദ്രങ്ങളിലേക്ക്, ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾ അടക്കമുള്ള കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം ഉണ്ടായെങ്കിലും അത് കൂടുതൽ വ്യാപിപ്പിക്കുന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടാകുന്നത്. ചൈനീസ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കേന്ദ്രത്തിലേക്കാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ആക്രമണം നടന്നത്. അതിന് പ്രകോപനമായത് ഖേഷം ദ്വീപിലേക്ക് നടന്ന ആക്രമണമാണ്. അവിടെ ഒരു കുട്ടിയടക്കം 3 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. കുവൈറ്റിൽ നിന്നാണ് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായതെന്ന വിലയിരുത്തലിൻ്റെ, അങ്ങനെ ഒരു കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് കുവൈറ്റിലേക്ക് വീണ്ടും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായത്. അതേസമയം ഹോർമുസുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല. കപ്പൽ മേഖല അത് വലിയ തോതിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കൊളംബോയിൽ നിന്ന് ഏതാണ്ട് 15 ദിവസമോ അല്ലെങ്കിൽ 20 ദിവസത്തിനുള്ളിൽ പശ്ചിമേഷ്യൻ മേഖലയിൽ എത്തിയിരുന്ന കപ്പലുകൾ, അവിടെ തുറമുഖങ്ങളിലേക്ക് അടുത്തിരുന്ന കപ്പലുകൾ ഇപ്പോൾ മാസങ്ങളായാലും എത്താത്ത അവസ്ഥയിലേക്ക് കുടുങ്ങിക്കിടക്കുകയാണ്. യാത്ര എപ്പോൾ തുടങ്ങാൻ കഴിയുമെന്നതിനെക്കുറിച്ചുള്ള ആശങ്ക അല്ലെങ്കിൽ അങ്ങനെ ഒരു അനിശ്ചിതത്വം ഈ കമ്പനികളെല്ലാം വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ സർവീസ് ചാർജ് എന്ന നിലയ്ക്ക് കൂടുതൽ പണം വാങ്ങാനുള്ള നീക്കവുമായി മുന്നോട്ട് പോകുന്നു. ഇത് വലിയ വലിയ വ്യവസായികളെ ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിലേക്ക് ആക്കുന്നതാണ്. കപ്പൽ ഗതാഗതം വലിയ ചെലവേറിയ ഒന്നായി മാറുന്നുണ്ട്. ഹോർമൂസിൽ തങ്ങൾക്കുള്ള അധികാരം വിട്ടുകൊടുക്കില്ല എന്ന കടുത്ത നിലപാടിലാണ് ഇറാനുള്ളത്. ഒമാൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അതായത് കപ്പലുകൾ പോകുമ്പോഴും വരുമ്പോഴും ഒമാനും ഇറാനുമായി അതിൽ നിന്നുള്ള ഒരു വിഹിതം പിരിക്കുന്നു എന്നതാണ്. അത് നിർബന്ധിത പിരിവല്ല. മലാക്ക പോലുള്ള പ്രദേശങ്ങളിൽ നിൽക്കുന്നത് പോലെ ഒരു സംഭാവന എന്ന നിലയ്ക്ക് ഒരു തുക ഈ കപ്പലുകൾ നൽകുക എന്ന ഒരു രീതിയാണ്. പക്ഷേ അതിനും ഇറാൻ വഴങ്ങുന്നില്ല. അമേരിക്കയുടെ നീക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒമാൻ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഒരു തരത്തിലും ഇറാൻ അതിന് വഴങ്ങുന്നില്ല. ഹോർമൂസിൻ്റെ പൂർണ്ണമായ അധികാരം തങ്ങൾക്ക് വേണമെന്ന വാദവുമായി ഇറാൻ മുന്നോട്ട് പോവുകയാണ് രഞ്ജിത്ത്. ശരി, അതാണ് വിവരം. ഏതായാലും ഇറാന്റെ തിരിച്ചടി കുവൈറ്റിലാണ്. അത് മാത്രമല്ല അമേരിക്കയെ സഹായിക്കുന്ന എല്ലാവരെയും ആക്രമിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പും പുറത്തു വരുന്നത്. അമേരിക്കൻ സാമ്പത്തിക ഉപരോധം കാരണം ഇറാൻ കടുത്ത പട്ടിണിയിലേക്ക്. പണപ്പെരുപ്പ തോതിൽ ലോകത്ത് 3-ാം സ്ഥാനത്തേക്ക് ഇറാൻ എത്തപ്പെട്ടു. ഭക്ഷണം കിട്ടാതെ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന സാഹചര്യമാണ്. പ്രതിഷേധിച്ച 3 യുവാക്കളെ പരസ്യമായി തൂക്കിലേറ്റിയതിന് പിന്നാലെ ഭരണകൂടത്തിനെതിരെ ജനരോഷം ശക്തമാവുകയാണ്. വി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, നേരത്തെ മുതൽ വർഷങ്ങളായുള്ള ഉപരോധമാണ്. നമുക്കറിയാം അമേരിക്ക 4 ചുറ്റു നിന്നും മുറുക്കിയ ഒരു രാജ്യമാണ് ഇറാൻ, സംശയമില്ല. പക്ഷേ ഇപ്പോൾ യുദ്ധം കൂടിയായപ്പോൾ, ആക്രമണമായപ്പോൾ, വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ, യുദ്ധത്തിനായി കൂടുതൽ പണം ചിലവാക്കേണ്ട സ്ഥിതി വന്നപ്പോഴാണ് ഈ സാധനങ്ങളുടെ ദൗർലഭ്യം കൂടുതലായെന്ന് മനസ്സിലാക്കണം. പണപ്പെരുപ്പമൊക്കെ എത്രയോ ഇരട്ടിയായി ആ രാജ്യത്ത്. രഞ്ജിത്ത്, ഹൈഫർ ഇൻഫ്ലേഷൻ എന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതായത് പണപ്പെരുപ്പവുമല്ല, അതിനേക്കാൾ വലിയൊരു ഭീതിതമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ്. 87.9% എന്നതാണ് ഇപ്പോഴത്തെ പണപ്പെരുപ്പത്തിൻ്റെ തോത്. ഇന്ത്യൻ രൂപ, അതായത് നമ്മുടെ ഇന്ത്യൻ രൂപ 1 രൂപയ്ക്ക് തുല്യമായി അവിടെ കണക്കാക്കുന്നത് ഏതാണ്ട് 14,000 ഇറാൻ്റെ റിയാലാണ്. 14,000 രൂപ വരെ ഇപ്പോൾ ആയിരിക്കുന്നു എന്നതാണ്. ഒരു ചായയ്ക്ക് അവിടെ നൽകേണ്ട വില നമ്മുടെ രൂപയുടെ മൂല്യവുമായി തട്ടിച്ചു നോക്കുമ്പോൾ 8.5 ലക്ഷം രൂപ വരെയാണ് ഒരു ചായയ്ക്ക് വില വരുന്നത്. ഇന്ത്യൻ മണി അത് നോക്കുമ്പോൾ, ഇന്ത്യൻ രൂപ നോക്കുമ്പോൾ 90 മുതൽ 110 രൂപ വരെയാണ് നൽകേണ്ടത്. ഏതാണ്ട് 8.5 ലക്ഷം രൂപ വരെ ഒരു ചായയ്ക്ക് നൽകുന്ന തരത്തിലേക്ക് അവരുടെ പണവുമായി നമ്മുടെ മൂല്യം തട്ടിക്കുമ്പോൾ ആ നിലയ്ക്ക് ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗം തകർന്നടിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ജനങ്ങൾ തെരുവിലിറങ്ങുന്നത്. ഇറാനാകട്ടെ ഈ അമേരിക്കയുമായുള്ള യുദ്ധം അതിൽ 1 ഇഞ്ച് പുറകോട്ട് പോകാതെ ഈ യുദ്ധമുഖത്ത് തുടരുമ്പോൾ സാധാരണ ജനങ്ങൾ വലയുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ നേർസാക്ഷ്യമായി അവിടുത്തെ അവസ്ഥ മാറുകയാണ്. പണപ്പെരുപ്പത്തിൻ്റെ തോതിൽ ആദ്യത്തെ 3ാമത്തെ രാജ്യമായി ഇപ്പോൾ ഇറാൻ മാറിയിരിക്കുന്നു. 1 വെനസ്വേല, 2 സുഡാൻ, 3 ഇറാൻ. ഇങ്ങനെ ലോകത്ത് 3 രാജ്യങ്ങൾ
1, 2, 3 സ്ഥാനങ്ങളിലേക്കായി എത്തിയിരിക്കുന്നു. ഇതിൽ വെനസ്വേലയുടെ കാര്യം നമുക്കറിയാം. അമേരിക്കയുടെ പാവ സർക്കാരാണ് അവിടെ ഉള്ളത്. അമേരിക്കയുടെ ആക്രമണം ഇറാന് മേൽ തുടങ്ങിയതോടുകൂടി ഇറാനും അങ്ങനെ സാമ്പത്തികമായി തകരുന്നു. 1942 ശേഷം ഇറാൻ ആദ്യമായാണ് ഇങ്ങനെ ഒരു സാമ്പത്തിക തകർച്ചയെ നേരിടുന്നത്. തൊഴിലില്ലായ്മ 23.4 എന്ന നിലയിലേക്ക് പോയിരിക്കുന്നു. അതായത് 100 പേരെ എടുക്കുമ്പോൾ അതിൽ ഏതാണ്ട് 25 പേരോളം പേർക്ക് തൊഴിലില്ലാത്ത അവസ്ഥയാണ്. വീട്ടിൻ്റെ വാടക പരിധി അത് വർദ്ധിപ്പിക്കുന്നത് 25% ഭരണകൂടം നിജപ്പെടുത്തിയിരുന്നു. പക്ഷേ അവിടെയും കാര്യങ്ങൾ നിൽക്കുന്നില്ല. ഇങ്ങനെ ഇപ്പോൾ കൂട്ടത്തോടെ, അതായത് ഒന്നിലധികം കുടുംബങ്ങൾ, 3-4 കുടുംബങ്ങൾ ഒരു വീട് വാടകയ്ക്കെടുത്ത് അത് പാർട്ടീഷൻ ചെയ്ത് പല ഭാഗങ്ങളിലായി അവർ താമസിക്കുന്ന നിലയിലേക്ക് പോകുന്നുണ്ട്. ഫാക്ടറി തൊഴിലാളികളും വിരമിച്ച ഉദ്യോഗസ്ഥരും അടക്കം തെരുവിലേക്ക് ഇറങ്ങുന്ന നിലയുണ്ട്. അവരുടെ മുദ്രാവാക്യം തന്നെ ഇങ്ങനെയാണ്: യുദ്ധക്കൊതി അവസാനിപ്പിക്കൂ, ഞങ്ങളുടെ തീൻമേശകൾ കാലിയാണ്, അവിടെ വിഭവങ്ങളില്ല എന്ന ഒരു വേദനയുമായി ഈ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന സാഹചര്യമുണ്ട്. പ്രതിഷേധക്കാരിൽ 3 പേരെ കഴിഞ്ഞ ദിവസം പരസ്യമായി തൂക്കിക്കൊന്നിരുന്നു. 3 യുവാക്കളെയാണ് അങ്ങനെ തൂക്കിലേറ്റിയത്. അതോടുകൂടി ഈ പ്രതിഷേധം കൂടുതൽ കനക്കുകയാണ്. ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. അമേരിക്കയുടെ തന്ത്രം ഇവിടെ വിജയിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ യുദ്ധം ഫെബ്രുവരി 28-ന് തുടങ്ങുന്നു. ഖമേനി ഉൾപ്പെടെയുള്ളവരെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ഒരു കരയുദ്ധത്തിലേക്ക് അമേരിക്ക പോയേക്കും. വളരെ പെട്ടെന്ന് ഇറാനെ ആക്രമിച്ച് തീർക്കും എന്ന നിലയിൽ ചില പ്രതീതിയും അങ്ങനെയുള്ള വെല്ലുവിളികളും ഉണ്ടായി. പക്ഷേ അമേരിക്ക എടുത്ത തന്ത്രം മറ്റൊന്നായിരുന്നു. ഈ സാമ്പത്തികമായി ഇറാനെ തകർക്കുക എന്നത് തന്നെയാണ്. അവിടെ ഹോർമൂസിൽ ഉപരോധം കൊണ്ടുവരുന്നു. അവർക്ക് എണ്ണ കയറ്റുമതി ചെയ്യാൻ കഴിയുന്നില്ല. അതിനപ്പുറത്തേക്ക് എണ്ണ വിൽപ്പനയ്ക്കപ്പുറം അവർക്ക് സ്റ്റീലും അലുമിനിയവും അങ്ങനെയൊക്കെയുള്ള ധാതുക്കളുടെയൊക്കെ തന്നെ വിൽപ്പന ഉണ്ടായിരുന്നു. അതും ഉപരോധത്തിലൂടെ തകർക്കുന്ന നിലയുണ്ടായി. മറ്റ് രാജ്യങ്ങൾ ഇവരിൽ നിന്ന് കടൽ മാർഗം അല്ലെങ്കിൽ വളരെ തന്ത്രത്തിലൂടെ ഈ ഉപരോധമൊക്കെ മറികടന്നുകൊണ്ട് എണ്ണ വിൽപ്പന നടത്താൻ ശ്രമിച്ചപ്പോൾ മറ്റ് രാജ്യങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്തുന്ന നിലയുണ്ടായി. ഇവരിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ ആ രാജ്യങ്ങൾക്കും വലിയ തീരുവ ഏർപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെ ഇറാനെ പൂർണ്ണമായും വരിഞ്ഞു മുറുക്കുക, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇറാനുള്ള നിക്ഷേപങ്ങളെല്ലാം മരവിപ്പിക്കുക, ഇവരുടെ ആസ്തികൾ പൂർണ്ണമായും മരവിപ്പിക്കുക, ഒരു തരത്തിലും ഇവരുടെ ബാങ്ക് ഇടപാടുകളോ മറ്റു രാജ്യങ്ങളുമായി സാമ്പത്തിക ഇടപാടുകളോ നടക്കാത്ത തരത്തിലേക്ക് ഇവരുടെ അക്കൗണ്ടുകളെ മാറ്റിക്കൊണ്ട് അമേരിക്ക നടത്തിയ ഒരു സാമ്പത്തിക യുദ്ധം, ആ യുദ്ധം വിജയിച്ചിരിക്കുന്നു. ഇറാനിൽ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന നിലയുണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂട്ടത്തോടെ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന നിലയുണ്ടാകാം. ആ തരത്തിൽ അവിടെ പിണപ്പെരുപ്പം മാറുകയാണ്. 2016 സാഹചര്യം കൂടി നമ്മൾ നോക്കണം. അന്ന് 7% ഇപ്പോൾ 87% ഉയർന്നിരിക്കുന്നത്. ശരി, വി വിനോദ് വിവരങ്ങൾ പങ്കുവച്ചു. ഇതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും US പ്രസിഡന്റ് ട്രംപും വൈറ്റ് ഹൗസിൽ നടത്തിയ നിർണായക കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നു. ഇറാൻ നേടുന്നതിനായി നയതന്ത്രം, സാമ്പത്തിക ഉപരോധം, സൈനിക നടപടി എന്നീ 3 സാധ്യതകളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തതായാണ് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തത്. സൈനിക നടപടിക്കായി നെതന്യാഹു ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്തിയില്ലെന്നും മറിച്ച് ഇറാന്റെ കാര്യത്തിൽ മുന്നിലുള്ള 3 പ്രധാന വഴികളെക്കുറിച്ചുള്ള ഒരു ആശയ കൈമാറ്റം മാത്രമാണ് നടത്തിയെന്നും ഇസ്രായേലി ഉദ്യോഗസ്ഥർ പറയുന്നു. ഇറാന്റെ ആണവ പദ്ധതികളെ നിയന്ത്രിക്കുന്നതിനായി ഒരു പുതിയ കരാറിലെത്തുക എന്നതാണ് ആദ്യം പരിഗണിക്കേണ്ടത്. രണ്ടാമതായി സാമ്പത്തികവും ഉപരോധം വഴിയുള്ള സമ്മർദ്ദം ചെലുത്താം എന്നും പറയുന്നു. പുതിയ കരാറുകൾ ഇല്ലാതെ തന്നെ ഉപരോധങ്ങൾ ശക്തമാക്കിയും ഇറാന്റെ തുറമുഖങ്ങൾ ഉപരോധിച്ചും സാമ്പത്തികമായി ഞെരുക്കണം. 3ാം ഘട്ടമായി ഇറാനെതിരെ വീണ്ടും ശക്തമായ സൈനിക നടപടി ആരംഭിക്കുമെന്നും ഇസ്രായേലി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇറാനെതിരായ ആക്രമണം പുനരാരംഭിക്കാൻ ട്രംപിനെ സമ്മതിപ്പിക്കാനാണ് നെതന്യാഹു വാഷിംഗ്ടണിൽ എത്തിയതെന്ന പ്രചാരണം ഉദ്യോഗസ്ഥർ തള്ളി. അന്തിമ തീരുമാനം ട്രംപിൻ്റെതാണെങ്കിലും ഇറാൻ ഇസ്രായേലിനെ ആദ്യം ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ അമേരിക്കയുടെ പച്ചക്കൊടിക്കായി ഇസ്രായേൽ കാത്തു നിൽക്കില്ലെന്ന് നെതന്യാഹു അറിയിച്ചിട്ടുണ്ട് എന്നും ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഉപയോഗത്തിന് ഇൻസ്റ്റന്റ് വഴികൾ തേടുകയാണ് നമ്മുടെ കുട്ടികൾ. കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ നിറച്ച് പുകയ്ക്കാനുള്ള പ്രീ റോൾ കോണുകൾ അവർക്ക് കയ്യെത്തും ദൂരത്താണ്. ഇൻസ്റ്റാമാർട്ടിൽ പ്രീ റോൾ കോണുകളുടെ ആവശ്യക്കാരിൽ ഏറെയും സ്കൂൾ കുട്ടികളാണ്. ന്യൂസ് 18 അന്വേഷണം. സംസ്ഥാനത്ത് ലഹരിയുടെ അടിവേരിറക്കുന്ന പ്രവർത്തനങ്ങളുമായാണ് ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ സ്വപ്ന പദ്ധതിയാണ് തൂഫാൻ. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയും ആശ്വാസവുമാണ് തൂഫാൻ സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ
ലഹരി ഉപയോഗത്തിന് പുതിയ വഴികൾ തേടുന്നവർ കുറവല്ല. പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളടക്കം ഇൻസ്റ്റന്റായി ലഹരി ഉപയോഗിക്കാനുള്ള വഴികൾ അവർക്ക് മുന്നിൽ തുറക്കപ്പെടുകയാണ്. അതെങ്ങനെയെന്ന് പരിശോധിക്കും. ഓർഡർ ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ നിത്യോപയോഗ സാധനങ്ങൾ കയ്യിലെത്തിക്കുന്ന ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ ഒരർത്ഥത്തിൽ വലിയ ആശ്വാസമാണിത്. പക്ഷേ അവയും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. എങ്ങനെയെന്നല്ലേ? ഇൻസ്റ്റാമാർട്ടിൽ പ്രീ റോൾ കോൺ എന്ന് സെർച്ച് ചെയ്താൽ ഇത്തരത്തിൽ നിരവധി ഓപ്ഷനുകൾ തുറക്കപ്പെടും. പല നിറത്തിൽ, പല വിലയിൽ, പല സൈസിൽ പ്രീ റോൾ കോണുകൾ സുലഭം. എന്താണ് ഇതെന്നറിയാൻ ഞങ്ങളും ഓർഡർ ചെയ്തു. 4 മിനിറ്റിൽ സാധനം കയ്യിൽ കിട്ടി. അല്പസമയം മുമ്പ് ഇൻസ്റ്റാമാർട്ടിൽ നമ്മൾ ഓർഡർ ചെയ്ത പ്രീ റോൾഡ് കോണാണിത്. അത് ഏതാണ്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഇങ്ങനെ തുറക്കുമ്പോൾ പല രൂപത്തിലുള്ള കോണുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അതായത് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും എന്താണ് കൃത്യമായി ഇതിൻ്റെ ഉദ്ദേശമെന്ന്. അങ്ങനെ ഉപയോഗിക്കുന്ന ലഹരി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള കോണുകളാണ്. പ്രീ റോൾ കോണുകളുടെ ഉപയോഗം എന്താണ്? മെറ്റ AI പറയുന്നത് ഇങ്ങനെ. കൃത്യമായി കുറച്ചുകൂടി അവരുടെ ജോലി കുറയ്ക്കാൻ വേണ്ടി ഇത്തരത്തിൽ കോണുകളാക്കി മാറ്റിയ പേപ്പറുകളാണ്. ഈ രീതിയിലാണ് അത് കിട്ടുന്നത്. ഇത് പല രൂപത്തിലുണ്ട്. കുറച്ചുകൂടി കട്ടിയുള്ള മെറ്റീരിയലുള്ള കോണുകളും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് വളരെ ഇൻസ്റ്റൻ്റായിട്ട് ആളുകൾക്ക് ഈ ലഹരി ഉപയോഗിക്കുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പം ഇത് കിട്ടാനുള്ള വഴികളാണിപ്പോൾ ഇൻസ്റ്റാമാർട്ട് വഴി തുറന്നിരിക്കുന്നത്. റോളുകൾ റെഡി. ഇനി ആരാണ് ഇത്തരം കോണുകൾ കൂടുതൽ ഓർഡർ ചെയ്യുന്നത്? ആരാണ് ഇവ ഉപയോഗിക്കുന്നത്? ഒരു ഡെലിവറി ബോയുടെ അനുഭവം കേൾക്കാം. മുമ്പ് ഈ കോൺ എന്ന് പറയുന്ന സാധനം വന്നിട്ട് ഒരു 2 മാസത്തിൽ കൂടുതലായിട്ടില്ല. ഒരു 3 മാസം. അതിന്റെ മുമ്പ് ഒരു പേപ്പറായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴും അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 മാസമായിട്ടാണ് ഈ കോൺ എന്ന് പറയുന്ന സാധനം വരുന്നത്. അതിൽ വ്യക്തമായിട്ട് ആ പാക്ക് ഞങ്ങൾ ചാറ്റ് GPT കിട്ടും നോക്കുമ്പോൾ അത് പുകയില ഉൽപ്പന്നങ്ങൾ കുത്തി നിറച്ച് വലിക്കേണ്ട സാധനം തന്നെ. ഇത് സ്കൂൾ കുട്ടികളാണ് കൂടുതൽ. ഒരു ദിവസം ഞാൻ തന്നെ 2-3 പരമാവധി കൊടുക്കും. പെൺപിള്ളേരടക്കം സ്കൂൾ കുട്ടികളടക്കം. ഇന്ന് കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ തുഫാനെ സമയം വിളിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് കുട്ടികൾ കിട്ടിയില്ല. നെറ്റ്വർക്ക് എന്തോ ഇഷ്യൂസ് ആയിട്ട് കിട്ടിയില്ല. എന്തെങ്കിലും കൈയോടെ വിളിച്ചിട്ട് പോയിട്ട് ഇന്ന് കൊണ്ട് കൊടുത്ത ഒരു സ്കൂളിലായിരുന്നു ഞാൻ. ഒരു സ്കൂൾ പയ്യനായിരുന്നു കൊണ്ട് കൊടുത്തത്. എത്ര വയസ്സുള്ള കുട്ടിയാണ്? വയസ്സ് ഏകദേശം 10-15 വയസ്സ് അത്രേ ആവുള്ളൂ. ഒരു പയ്യനെ കാണുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ ക്യാഷ് ഓൺ ഡെലിവറി പറയാണ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ എന്റെ പറഞ്ഞ ID ബ്ലോക്ക് ചെയ്യിപ്പിക്കാൻ അവർക്ക് വളരെ ഈസിയാണ്. ഇത് വ്യാപകമാണ്. ഇത് ഒരാൾ ഒരു 3-4 കൊടുക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു സ്റ്റോറിൽ തന്നെ 50-60 പേരാണ് സ്റ്റാഫുകളാണ്. 24 മണിക്കൂർ തുറന്നു നിൽക്കുന്ന സ്ഥാപനമാണ് ഇൻസ്റ്റാമാർട്ട്. 24 hours ആണ്. 10-20 നഗരത്തിൽ തന്നെ ഒരു 10-25 സ്റ്റോറുകൾ അവർക്കുണ്ട്. അപ്പോൾ എത്രത്തോളം പോകുന്നുണ്ടാവും, കഴക്കൂട്ടം ഭാഗങ്ങളിലൊക്കെ എത്രത്തോളം പോകുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നേരത്തെ ഒരു പേപ്പറായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. അത് ഇതുപോലെ ഉപയോഗിക്കുമായിരുന്നു അല്ലേ? അത് ഇതിനു വേണ്ടി ആയിരുന്നു. പക്ഷെ നമുക്കത് പല കാര്യത്തിനും അത് ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ ഇതിനാണത് കൂടുതൽ ആൾക്കാർ. അതിൽ ചിത്രം ഉണ്ടായിരുന്നു. ഈ കഞ്ചാവല്ലേ ചുരുട്ടിന്റെ ചിത്രം അതിലുണ്ടായിരുന്നു. ആ കവറിന്റെ പുറത്ത് ഒരു ചുരുട്ട് ഇങ്ങനെ സിനിമയിലെ കാണുന്ന പോലത്തെ ചുരുട്ടിന്റെ ഒരു ചിത്രം അതിൽ ഉണ്ടായിരുന്നു. അതിങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ വളരെ ഈസി ആയിട്ട് അത് സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന രീതിയിൽ. ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. സ്കൂൾ കുട്ടികൾ പോലും ലഹരി ഉപയോഗത്തിന് പുതുവഴികൾ തേടുകയാണ്. ഇത്തരത്തിലുള്ള എളുപ്പവഴികൾ നമ്മുടെ കുട്ടികളെ വളരെ വേഗം നാശത്തിലേക്കാണ് തള്ളിവിടുന്നത്.
ആഭ്യന്തരമന്ത്രി അറിയാനാണ് ലഹരിയുടെ ഒരു വഴി അടയുമ്പോൾ പല വഴികൾ തുറക്കപ്പെടുകയാണ്. അതും പൂട്ടണം, ആ വഴികളും തടയണം. വി വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം.